This is the day that the Lord has made. We will rejoice as we lift His name. This is the day that the Lord has made. Come and rejoice. We will rejoice and be glad in it. Whether the sun will shine, whether the skies will rain, I know that you are good, and this is the day you made. Whether in life or death, whether in joy or pain, I know this truth remains, that this is the day you made. This is the day that the Lord has made. We will rejoice as we lift His name. This is the day that the Lord has made. Come and rejoice. We will rejoice and be glad in it. പ്രത്യേകിച്ചായി ഇന്ന് മാമോദീസയ്ക്ക് വന്നതിന്റെ ആന്റണിയെ സംബന്ധിച്ചുള്ള ജോർജാദി മാമോദീസയുടെയും പരിശുദ്ധന്മാരെ നൽകിയതുപോലെ ഇന്നീ ദിവസം ഞങ്ങളുടെ കൊച്ചിൻ്റെ മേൽ പരിശുദ്ധന്മാനെ അയക്കണമേ. അവനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വരുവാൻ കർത്താവ് അതുപോലെ ഉണ്ടായിരിക്കണമേ. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് വിശുദ്ധി വളരാനുള്ള കൃപ പരിശുദ്ധ അമ്മയും ഈശോയുടെ മാതൃത്വം വഴി അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. അതുപോലെ തന്നെ എത്ര ദൈവം മാതാവിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. And the mountains in reply, echoing their joyous strains. Gloria in excelsis Deo. ഈ ദാസിനെ അങ്ങയുടെ അജീർണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് പിതാവെ എന്നങ്ങ് വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കാട്ടരുവിദ്യയിൽ നടക്കുന്ന
കലമാനെ പോലെ കർത്താവെ ഞാൻ അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എനിക്കെപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും? ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങൾ കേട്ട് അനേകം ആനന്ദിക്കും. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. പകൽത്തന്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവേണ്ടി നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവേണ്ടി നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം ഇവകൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിൽ അവയമായി തീരുന്ന ഈ ദാസൻ പുതാശയുള്ള സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാവവും പാവമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആന്റണി മുദ്രിതനായിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ ബലിപീഠത്തിൽ കുരുകിൽ മീവൽ പക്ഷികളും സംഗീതം കണ്ടെത്തുന്നു, സംഗീതം കണ്ടെത്തുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ പാടുന്നു. ഈശോനാഥ വിനയലോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയേകുന്നു. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിപാവനനാം സർവ്വേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനയായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈശോ മിശിഹായിലേക്ക് മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിലേക്കാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ മരണത്തിലേക്കുള്ള മാമോദീസ ആയാൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. അത് മിശിഹ മരിച്ചവരിൽ നിന്ന് പിതാവിൻ്റെ മഹത്വത്താൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുമയിൽ നടക്കേണ്ടതിനാണ്. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ നാം ഉത്ഥാനത്തിൻ്റെ ഇതിനോടുമാകും. നാം ഇനി പാപത്തിനടിമപ്പെടാതിരിക്കാൻ തക്കവിധം പാപകരമായ ശരീരം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായുടെ കൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നും നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണം ഇനിമേൽ അവനെ ഭരിക്കുകയില്ല. എന്തെന്നാൽ അവൻ മരിച്ചു, പാപത്തിന് അവൻ എന്നേക്കുമായി മരിച്ചു. എന്നാൽ അവൻ ജീവിക്കുന്നു, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരാണെന്നും ഈശോ മിശിഹായിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയം എൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹ പൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോൾ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട അൻപിനച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബദർ അൽഫോൻസ്, ഇന്ന് മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്നീ പ്രാരംഭ കൂദാശകൾ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട ആന്റണിയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് സ്വർഗം മതിയായി സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മകൻ ആന്റണി ലോകത്തിലേക്ക് ജനിച്ചു വീണ ദിവസം മാതാപിതാക്കളായ നിങ്ങൾക്കും കുടുംബക്കാരായ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ആ സന്തോഷത്തോടുകൂടെ തന്നെ ഇന്ന് സ്വർഗവും ആഹ്ലാദിക്കുകയാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട മകൻ ഇന്ന് തൻ്റെ പ്രാരംഭ കൂദാശകൾ സ്വീകരിച്ച് തിരുസഭയിലെ അംഗമായി തീരുന്നു എന്നുള്ളതാണ്. അവർണ്ണനീയമായ ഈ ദാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അവിടുത്തേക്ക് നന്ദി പറയാം.
തിരുസഭയുടെ 7 കൂദാശകളിൽ പ്രാരംഭ കൂദാശകൾ അല്ലെങ്കിൽ പ്രവേശക കൂദാശകൾ എന്നറിയപ്പെടുന്ന 3 കൂദാശകളാണ് മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. 7 കൂദാശകളിൽ മറ്റ്6 കൂദാശകളും സ്വീകരിക്കുന്നതിന് അടിസ്ഥാനമായി നിലകൊള്ളുന്ന കൂദാശയാണ് മാമോദീസ എന്നുള്ളത് കൊണ്ട് മാമോദീസായെ പ്രാരംഭ കൂദാശകളിലെ പ്രഥമ കൂദാശ എന്നാണ് വിളിക്കുന്നത്. ഒന്നാമതായിട്ട് മാമോദീസായിലൂടെ ജന്മപാപം അല്ലെങ്കിൽ ഉത്ഭവ പാപം നീക്കപ്പെടുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കർമ്മപാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മോചിക്കപ്പെടും. നമുക്കറിയാം, മുതിർന്ന ആളുകൾ മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് അത് കൂടുതൽ അർത്ഥവത്താകുന്നത്. മൂന്നാമതായിട്ട് മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി തിരുസഭയിലെ അംഗമായി തീരുന്നു എന്നുള്ള ഒരു സൗഭാഗ്യമാണ്. നാലാമത്തെ സൗഭാഗ്യം ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു, മകളായിത്തീരുന്നു മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി എന്നുള്ള സൗഭാഗ്യമാണ്. അഞ്ചാമത്തേത് ദൈവത്തിൻ്റെ മകനായി എന്ന നിലയിൽ സ്വർഗരാജ്യത്തിന് വ്യക്തി അർഹനായിത്തീരുന്നു എന്നുള്ള സൗഭാഗ്യം. അങ്ങനെ 5 സൗഭാഗ്യങ്ങളാണ് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. കാര്യഗൗരവമായി ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയുള്ള ആ സമയമാണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. നമുക്ക് കയ്യിൽ തന്നിരിക്കുന്ന ഈ കളിമൺ പ്രതിമ നമ്മൾ ഉണ്ടാക്കിയത് തുടക്കം മുതലേ വളരെ ശ്രദ്ധയോടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇത് രൂപപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ 15-16 വർഷം കഴിയുമ്പോൾ നല്ലൊരു വ്യക്തിയായിട്ട് നമ്മുടെ മകൻ മാറുമെന്നുള്ളത് മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞല്ലോ, തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകുമെന്നാണ്. നമ്മൾ ചെറുപ്പം മുതലേ മാതാപിതാക്കള് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ജീവിതവുമാണ് നിങ്ങളുടെ മകന് സാക്ഷ്യമായി തീരുന്നത്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാമോദീസ വഴി ദൈവപുത്രനായി തീർന്നിരിക്കുന്ന ഈ ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് ചെയ്ത കർത്താവേ, മാമോദീസായോട് വീണ്ടും ജനിച്ച് ദൈവപുത്രസ്ഥാൻ ആകുവാനുള്ള വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ ചിന്തകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തിയ മാമോദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പനയെ അനുവർത്തിക്കുന്ന ഞങ്ങളിൽ തൃക്കൺ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയന്റെ കീഴിൽ ഒരാലയമായി ഒന്നുചേരുന്ന നിന്റെ രക്ഷാകരതനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന
സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, ദൈവജന പരിശുദ്ധ മാമോദീസയുടെ പരിക്രമത്തിനൊരുക്കമായി കാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചെതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഗത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായി ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാൻ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്ത്രീമാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കുദാശദാവധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ തൈലത്തിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദിസയുടെ പരികർമ്മത്തിനായി ആരാധ്യമായ തൃത്വത്തിന്റെ നാമത്തിൽ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദിസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗഭാഗ്യവും അവിടുത്തെ പൗരത്വത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിൽ അമർത്യത്തിന്റെ അടയാളമാകുവാൻ ഈ തൈലം വിശുദ്ധ മൂറൻ കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജീവൻ നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആന്റണി വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആന്റണി മാമോദിസ മുക്കപ്പെടുന്നു. വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അനുകരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസയുടെ ദൈവമായ തീർന്നായിരിക്കുന്ന പരിശുദ്ധ കാത്തിരിക്കുന്ന ദാസന് വേണ്ടി നമുക്ക് ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായുടെ സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർക്കടേക്കും പ്രകാശമേ. അന്ധകാരം വീരിട്ടു മാറ്റിയിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിൻ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ലേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലേഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കയ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസന് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസായിലൂടെ പൊതുജനവും മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. ആബാപിതാവേ എന്നങ്ങയെ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈപ്പും ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയായും സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഈ മകനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മീയസംയമനവും ഈ മകനിൽ നിറയ്ക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മീയാനന്ദത്തിന്റെ നിത്യസംഭാഗത്തിന്റെ അടയാളം യോർദാൻ നദിയിൽ ദൈവസുതൻ മാമോദീസ മുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. മാമോദീസ വഴി ദൈവപുത്രനായി തീർന്ന ഈ ശിശുവിനോട് കൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. താവിൻ തിരുമേനിടവുമിതാ പാവനബലിപീഠേ, സ്നേഹഭയങ്ങളുടണയുകനാം അഖിലരുമൊന്നായി സന്നിധിയിൽ
പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ഈശോ നീ എൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീ എൻ മനസ്സിൽ വന്നാൽ ഞാനാകി നീയായി മാറും. തിരുജീവനേകുന്ന കരുണാമയ എന്നിൽ തിരുപൂജ്യമായി നീ വരൂ. ഈശോ നീ എൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന പൂവ്. വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന പൂവ്. ഈശോ നീ എൻ ഉള്ളിൽ അലിയുമ്പോൾ ആത്മീയ സൗരഭ്യം ഒഴുകും. ഞാനാ സ്വർഗീയ സാന്നിധ്യം നുകരും. ഈശോ നീ എൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. മഞ്ഞിൻ തുള്ളികൾ പുൽക്കൊടിത്തുമ്പിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ. മഞ്ഞിൻ തുള്ളികൾ പുൽക്കൊടിത്തുമ്പിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ. പാരിടമാകെ നിൻ സ്നേഹമൊഴികൾ ഞാനും പ്രകീർത്തിക്കും ഇന്നും. നിത്യജീവന്റെ വഴിയെ ചരിക്കും. കർത്താവായ ദൈവം ഈ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മകനെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നരുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർയോസേപ്പിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തിന് കാരണബോധനായ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ജീവിത മാതൃക ഈ ദാസന് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
പൊന്നിതളെ ഇനി പൂമടിയിൽ പുലരി താരകമായി പൂത്തുണരാലോ. മഴയെ മഞ്ഞളയെ കുളിരിനുമ്മയുമായി കനവിൻ നീ വഴിയിൽ കാത്തു നിൽക്കാമോ. മുകിലൊരു വാർമഴവിൽ മെനയുകയായരികെ വിരിയുകയായി താക്കിന പൂനിര. കളിമൊഴി ചൊല്ലുകയായി കിളികൾ കൊഞ്ചലുകൾ ചിരി ചൊരിയുന്നിതാവേൽ ചില്ലല. കയ്യിൽ വന്ന കൺമണിപ്പൂവേ മെയ്യിൽ ചാഞ്ഞ പൊന്മണിക്കുഞ്ഞേ. കയ്യിൽ വന്ന കൺമണിപ്പൂവേ മെയ്യിൽ ചാഞ്ഞ പൊന്മണിക്കുഞ്ഞേ. ഇതളെ പൊന്നിതളെ ഇനി പൂമടിയിൽ പുലരി താരകമായി പൂത്തുണരാലോ. ഉയിരിലൊരീണം അറിയുകയോ കുറുമൊഴിയുള്ളിൽ മധുകണമോ. പുതിയൊരു നിറമോലൊന്നു ഉലകിതു നീയാകുന്നു. മുകിലൊരു വാർമഴവിൽ മെനയുകയായരികെ വിരിയുകയായി താക്കിന പൂനിര. കളിമൊഴി ചൊല്ലുകയായി കിളികൾ കൊഞ്ചലുകൾ ചിരി ചൊരിയുന്നിതാവേൽ ചില്ലല. കയ്യിൽ വന്ന കൺമണിപ്പൂവേ മെയ്യിൽ ചാഞ്ഞ പൊന്മണിക്കുഞ്ഞേ. കയ്യിൽ വന്ന കൺമണിപ്പൂവേ മെയ്യിൽ ചാഞ്ഞ പൊന്മണിക്കുഞ്ഞേ. ഇതളെ പൊന്നിതളെ ഇനി പൂമടിയിൽ പുലരി താരകമായി പൂത്തുണരാലോ. ദിനമൊരു പൂവിലായുണരുകയോ നിനവതിലെന്നും ഒരു ചിരിയോ. ഹൃദയമൊരു ഞാലാകും ഉയരതിലൊന്നായാടും. മുകിലൊരു വാർമഴവിൽ മെനയുകയായരികെ വിരിയുകയായി താക്കിന പൂനിര.
ചിത്തി